15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനമാണ് ഇപ്പോൾ നിയമസഭാ മന്ദിരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന സഭാ സമ്മേളനത്തിന്റെ ദിനത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഈ 15ാം നിയമസഭയുടെ സമ്മേളനങ്ങൾക്ക് എല്ലാം ഒട്ടേറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അവസാന സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് 15ാം നിയമസഭയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ 16ാം സമ്മേളനം അതിന്റെ ദിവസങ്ങൾ പൂർത്തിയാക്കുന്നു. നേരത്തെ തീരുമാനിച്ചിരുന്നത് മാർച്ച് 26 വരെ ആണ് എങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പ്രതിഷേധം കനക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യത്തിലാണ് സഭാ സമ്മേളനത്തിന്റെ ദിവസങ്ങൾ വെട്ടിച്ചുരുക്കുകയും അങ്ങനെ സഭാ സമ്മേളനം ഇന്ന് അവസാനിക്കുകയും ചെയ്യുന്നത്. ഈ സമ്മേളന കാലയളവിൽ 9 വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ, അതായത് നേറ്റിവിറ്റി കാർഡ് ബിൽ അടക്കമുള്ള 9 ബില്ലുകൾ ആണ് സഭയിലേക്ക് എത്തുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ഈ 15ാം കേരള നിയമസഭയുടെ ഇതുവരെയുള്ള സെക്ഷനുകൾ, അതായത് 15 സെക്ഷനുകൾ ആണ് ഇതുവരെ പൂർത്തിയാക്കിയത്. ഇപ്പോഴത്തേത് 16ാം സെക്ഷൻ എന്നതാണ്. ഈ 15 സെക്ഷനുകളിൽ ആയി ആകെ 182 ദിവസം ആണ് സഭ സമ്മേളിച്ചിരുന്നത്. പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു, അതായത് 16ാം സമ്മേളനത്തിന്റെ ദിനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. 15 സെക്ഷനുകളിൽ ആയി ഈ സർക്കാരിന്റെ കാലയളവിൽ 182 ദിവസം ആണ് സഭ ചേർന്നത്. അതോടൊപ്പം തന്നെ 158 ബില്ലുകൾ ആണ് ഈ കാലയളവിൽ 15 സെക്ഷനുകളിൽ ആയി പാസ്സാക്കപ്പെട്ടത്. അതോടൊപ്പമാണ് ഇന്ന് 9 ബില്ലുകൾ കൂടി സഭയിലേക്ക് എത്തുമ്പോൾ അങ്ങനെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലെ അവസാന സഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസം. ആ ദിവസവും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം തന്നെയാണ് പ്രതിപക്ഷം സഭയിൽ ഉയർത്തിയത്. തന്ത്രിയുടെ വക്കാലത്ത് ഏറ്റെടുത്തു എന്ന വാദം ശരിയല്ല എന്നും പ്രതിപക്ഷ നിസ്സഹകരണം തുടരും എന്നും വ്യക്തമാക്കിയ പ്രതിപക്ഷം ഇന്നും പ്ലക്കാർഡുകളുമായാണ് എത്തിയത്. മാത്രവുമല്ല നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. തന്ത്രിയെ അനാവശ്യമായി ജയിലിൽ അടച്ചതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ് എന്നും സർക്കാർ വിശ്വാസികളോടും ജനങ്ങളോടും ഉത്തരം പറയണമെന്നും കെ ബാബു ആവശ്യപ്പെട്ടു. സർ, ഈ തന്ത്രിയെ 40 ദിവസം അനാവശ്യമായി ജയിലിൽ അടച്ചതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? ഈ ഗവൺമെന്റ് സംസ്ഥാനത്തെ ജനങ്ങളോട് വിശ്വാസികളോട് ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. ആ ഉത്തരം ഗവൺമെന്റ് പറയാൻ സാധിക്കുമോ? ഈ സഭാ സമ്മേളന കാലയളവിൽ ഉടനീളം നമ്മൾ കേട്ട ആരോപണം തന്നെ ഇന്ന് അവസാന ദിവസവും പ്രതിപക്ഷം ആവർത്തിക്കുമ്പോൾ ഹൈക്കോടതിക്ക് മുകളിൽ ഉള്ള സുപ്രീം കോടതിയാണോ വിജിലൻസ് കോടതി എന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. ശരിയായ ദിശയിലുള്ള അന്വേഷണം എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ്. വിജിലൻസ് കോടതി പരാമർശം ഹൈക്കോടതി പരിശോധിക്കട്ടെ എന്നും കേരള ചരിത്രത്തിലെ ഏറ്റവും നശീകരണാത്മകമായ കഴിവുകെട്ട പ്രതിപക്ഷമാണ് ഇപ്പോഴത്തേത് എന്നും മന്ത്രി പി രാജീവ് വിമർശിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട വിരുദ്ധരവാദപരമായി പെരുമാറുന്ന നശീകരണാത്മകമായ പ്രതിപക്ഷമാണ് ഈ നിയമസഭയ്ക്കകത്തുണ്ടായത് എന്ന് നിങ്ങൾ കാണണം. ഇതിനകത്തെ ആരാണെങ്കിലും കുറ്റക്കാരനാണോ അല്ലയോ എന്നതിലും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. സ്വതന്ത്രമായ അന്വേഷണം ഡിവിഷൻ ബെഞ്ച് നടത്തുന്നു. അങ്ങയുടെ അഭിപ്രായത്തിൽ ഹൈക്കോടതിക്ക് മുകളിലുള്ള സുപ്രീം കോടതിയാണോ വിജിലൻസ് കോടതി? അങ്ങനെയാണോ വിജിലൻസ് കോടതി? ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം, ഡിവിഷൻ ബെഞ്ചിന്റെ ഓപ്പൺ കോർട്ടിനകത്തിൽ ഒബ്സർവേഷൻ അല്ല, ഓർഡറിനകത്ത് ഹൈക്കോടതി പറയുന്നു കുറ്റമറ്റ അന്വേഷണം, ശരിയായ വിഷയത്തിലുള്ള അന്വേഷണം. കുറ്റപത്രം വെറുതെ കൊടുക്കലല്ല, കുറ്റപത്രം കുറ്റമറ്റ രീതിയിൽ കൊടുക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുമ്പോ അതിന് മുകളിൽ വിജിലൻസ് കോടതിയുടെ പരാമർശം വരുന്നു. അത് എന്താണ് നോക്കട്ടെ കോടതി, ഹൈക്കോടതി നോക്കട്ടെ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നു ഈ അന്വേഷണ സംഘം വേണ്ട, ആയിക്കോട്ടെ. അതേസമയം സർക്കാരിനെതിരെ ഒരു ജനകീയ പ്രശ്നവും ഉയർത്താനില്ലാത്തത് കൊണ്ടാണ് ബാനറുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിൽ സ്ഥിര താമസം ആക്കിയത് എന്നായിരുന്നു മന്ത്രി MP രാജേഷിന്റെ വിമർശനം. കാരണം അവർക്ക് ഈ സഭയിൽ സർക്കാരിനെതിരെ ഒരു കാതലായ പ്രശ്നവും ഉയർത്താൻ പറ്റുന്നില്ല. പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു ജനകീയ പ്രശ്നവും ഉയർത്താൻ അവർക്കില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 സമ്മേളനങ്ങളിലായി ഇതുപോലൊരു ബാനറുമായി നടുത്തളത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് ഈ പ്രതിപക്ഷം. ഈ പ്രതിപക്ഷത്തിന്റെ പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത്. സ്വന്തം സീറ്റിലിരിക്കാൻ അവിടെ ഇരുന്നു കൊണ്ടൊരു പ്രശ്നം ഉന്നയിക്കാൻ പോലും കഴിയാതെ രാവിലെ 9 മണിക്ക് തന്നെ നേരെ ഇറങ്ങിയാണ്. ചട്ടം 50 പ്രകാരമുള്ളൊരു നോട്ടീസ് ഇവർ തന്നിട്ട് കാലം എത്രയായി സർ? എത്ര കാലമായി? നേരെ വെല്ലിലിറങ്ങുകയാണ് സർ. നിയമസഭയിൽ വെല്ലിലിറങ്ങിയ പ്രതിപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ ആഴക്കിണറ്റിലേക്ക് വലിച്ചെറിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.
15ാം നിയമസഭയുടെ 16ാം സമ്മേളനത്തിന്റെ അവസാന ദിവസവും പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. അങ്ങനെ ശബരിമല വിഷയം ഇന്നും സഭയിൽ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചത്. അതിനുശേഷം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ആവർത്തിച്ചു. അപ്പോൾ നടക്കുന്ന ഈ കൊള്ളകളും സ്വർണ്ണക്കൊള്ളയും ഗവൺമെന്റ് കള്ളക്കളി കളിക്കുകയാണ്. SITയുടെ മേൽ ശക്തമായ സമ്മർദ്ദമാണ്. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അവരുടെ പുറത്ത് നടത്തുന്ന സമ്മർദ്ദം കൊണ്ട് SITയുടെ പ്രവർത്തനം ഇന്ന് നിലച്ചിരിക്കുകയാണ്. SIT ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഗവൺമെന്റിന് അനുകൂലമായി മാത്രം റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു വസ്തുത ഇന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. മന്ത്രി രാജിവെച്ചില്ലെന്ന് മാത്രമല്ല, എന്തുകൊണ്ട് വാസവനെ ഇതുവരെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നേരെയടക്കം അതിരൂക്ഷമായ വിമർശനം ഉയരുന്നു. അതായത് സംസ്ഥാന സർക്കാരിന് വേണ്ടിയാണ് SIT പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപം ആണ് രമേശ് ചെന്നിത്തല അടക്കം ഉന്നയിക്കുന്നത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, സഭാ നടപടികൾ ഇന്നത്തേതുകൊണ്ട് അവസാനിക്കുകയാണ്. അവസാന ദിവസവും പ്രതിപക്ഷം ശബരിമല വിഷയം സഭയിൽ ഉയർത്തുന്നു. എന്താണ് ഇന്ന് നടന്നത്? അഭിലാഷ്, കേരള നിയമസഭയുടെ 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനം 16ാം സമ്മേളനം അത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവസാനിക്കും. അതായത് ഈ നിയമസഭ ഇനി ചേരില്ല. പുതിയ നിയമസഭയാണ് 16ാം കേരള നിയമസഭയാകും ഇനി ചേരേണ്ടത്. അത് തെരഞ്ഞെടുപ്പിന് ശേഷം വരും. ഏതായാലും ഈ സഭയുടെ അവസാന രണ്ട് സമ്മേളനങ്ങൾ 15ഉം 16ഉം സമ്മേളനങ്ങൾ പൂർണ്ണമായും ശബരിമല സ്വർണ്ണക്കൊള്ള എടുത്തുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള 15ാം സമ്മേളനം അന്ന് വലിയ ചർച്ചാ വിഷയമാക്കി പ്രതിപക്ഷം കൊണ്ടുവന്നതും പലതവണ സഭാ ബഹിഷ്കരണത്തിലേക്ക് കാര്യങ്ങൾ പോയതുമൊക്കെ സ്വർണ്ണക്കൊള്ളയായിരുന്നു. 16ാം സമ്മേളനത്തിന്റെ ഏതാണ്ട് എല്ലാ ദിവസവും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്നെ സഭ അലങ്കോലപ്പെട്ടു. പലപ്പോഴും പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്നു. ഇന്നലെയും ഇന്നും നമ്മൾ കണ്ടതും സമാന കാഴ്ചയാണ്. രാവിലെ ചോദ്യോത്തരവേള തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കോൺഗ്രസ് ഡെപ്യൂട്ടി ലീഡർ കെ ബാബു തന്റെ പ്രതിപക്ഷ നിലപാട് സഭയിൽ വ്യക്തമാക്കി. ഒരു കാരണവശാലും സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ല. തന്ത്രിയോട് എന്തെങ്കിലും പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടോ പരിഗണന ഉള്ളതുകൊണ്ടോ അല്ല ഞങ്ങൾ ഈ നിലപാട് എടുക്കുന്നത്. മറിച്ച് തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാതെ തന്ത്രിയെ ജയിലിൽ അടച്ചു എന്ന് പറഞ്ഞത് വിചാരണ കോടതിയാണ്, വിജിലൻസ് കോടതിയാണ്. ആ കാര്യം മാത്രമാണ് ചൂണ്ടിക്കാട്ടിയത്. അതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. പ്രതികൾ ഓരോരുത്തരായി ജാമ്യം നേടി പുറത്തു വരികയാണ്. സ്വാഭാവിക ജാമ്യം നേടി പുറത്തു വരികയാണ്. അതിന്റെ ഉത്തരവാദിത്തം അന്വേഷണ സംഘത്തിനും സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് തന്നെ സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന് പ്രതിപക്ഷം നിലപാടെടുത്തു. അതിരൂക്ഷ വിമർശനം, നശീകരണാത്മകമായ പ്രതിപക്ഷമെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിമാർ ഓരോരുത്തരായി, ആദ്യം നിയമമന്ത്രി P. രാജീവും പിന്നീട് പാർലമെന്ററി കാര്യമന്ത്രി MP. രാജേഷും മന്ത്രി V. ശിവൻകുട്ടിയും ഓരോരുത്തരായി പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചു. തീർത്തും നശീകരണാത്മകമായ പ്രതിപക്ഷം. എന്ത് നല്ലത് നടന്നാലും അതിനെ എതിർക്കുന്ന, ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷം. ജനങ്ങൾ ഈ പ്രതിപക്ഷത്തെ പൂർണ്ണമായും തള്ളിക്കളയും. നിരന്തരം രാവിലെ 9 മണിക്ക് സഭ വന്നാലുടൻ വെള്ളിലിറങ്ങുന്ന പ്രതിപക്ഷത്തെ ആഴമുള്ള കിണറ്റിലേക്ക് ജനം വലിച്ചെറിയുമെന്ന് പറഞ്ഞുകൊണ്ട് MP. രാജേഷ് പ്രതിപക്ഷത്തെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഏതായാലും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് സ്പീക്കർ നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനമെടുത്തത്. 9 ബില്ലുകളാണ് ഇന്നലെ സഭയിൽ അവതരിപ്പിച്ച 5 ബില്ലുകളടക്കം, നെറ്റിവിറ്റി കാർഡ് ബില്ലടക്കമുള്ള 5 ബില്ലുകൾ, 2 ധനബില്ലുകൾ, ധനവിനിയോഗ ബില്ല് ഇവയുൾപ്പെടെ 9 ബില്ലുകൾ പാസാക്കിയാണ് സഭ അല്പസമയത്തിനകം പിരിയാൻ പോകുന്നത്. ഏതാനും മിനിറ്റ് മുമ്പ് നേറ്റിവിറ്റി കാർഡ് ബിൽ സഭ പാസാക്കി. പൌരത്വ ഭേദഗതി നിയമത്തിലൂടെ പൌരത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ പൌരന്മാർക്ക് തങ്ങൾ പൌരന്മാർ ഉറപ്പ് നൽകുന്നതാണ് നേറ്റിവിറ്റി കാർഡ് ബില്ല്. അതിന് നിയമസാധുതയൊക്കെ ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ആ ബില്ല് ഉൾപ്പെടെ പാസാക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.